എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം. നമുക്ക് ഇന്ന് ജബ് തബ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ജബ് തബ് ഇതൊരു പ്രയോഗമാണ്. അതായത് വാക്യത്തിൽ പ്രയോഗിക്കാൻ മിക്കവാറും ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. പിന്നെ രണ്ട് വാക്യങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാലോ? ജബ് തബ് എന്താ അർത്ഥം അറിയാവോ? എപ്പോഴോ അപ്പോൾ അല്ലേ? രണ്ടും കൂടി ചേരുമ്പോൾ ഇങ്ങനെ അർത്ഥം വരിക, ജബ് തബ്. മനസ്സിലായല്ല? അപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾ, വ ആയേഗ ഇതൊരു വാക്യമാണ്. വ ആയേഗ മേ ജാവുക അത് മറ്റൊരു വാക്യമാണ്. എന്താ ജബ് ആയേഗ എന്ന് പറഞ്ഞാൽ അവൻ വരും. വോ ആയേഗ എന്ന് പറഞ്ഞാൽ അവൻ വരും അല്ലെ അവൾ വരും എന്ന അർത്ഥം. മേ ജാവുക എന്ന് പറഞ്ഞാൽ വീട്ടിലെ അർത്ഥം ഞാൻ പോകും അല്ലേ? അപ്പം നമുക്ക് അതിനെ ജബ് തബ് വെച്ചിട്ട് എങ്ങനെയാണ് പറയാമെന്ന് നോക്കാം. കണ്ടല്ലോ, ജബ് वो आएगा तब मैं जाऊंगा. എന്താ അർത്ഥം? അവൻ വരുമ്പോൾ ഞാൻ പോകും എന്നായി അല്ലേ? ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ കുട്ടികളെ? അവൻ വരുമ്പോൾ ഞാൻ പോകും. ജബ് वो आएगा तब मैं जाऊंगा. അവൻ വരുമ്പോൾ ഞാൻ പോകും. അതേപോലെ മറ്റൊരു ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് കുട്ടികളെ. മേ ഗാവുങ്ക തൂ നാച്ചേക. ഞാൻ പാടും, നീ ഡാൻസ് ചെയ്യും. അപ്പം ജബ് തബ് എങ്ങനെയാണ് അതിൽ പ്രയോഗിച്ചെന്ന് നോക്കിയേ. ജബ് മേ ഗാവുങ്ക തബ് തൂ നാച്ചേക. അപ്പോൾ എന്താ അർത്ഥം? ഞാൻ പാടുമ്പോൾ നീ നൃത്തം ചെയ്യും അല്ലേ? ഇതെല്ലാം ഊങ്ക ഏക എന്നെല്ലാം വരുമ്പോൾ ഏത് കാലം വരുക? ഭവിഷ്യത് കാലം. ഓർമ്മിക്കുക കേട്ടോ കുട്ടികളെ. ഇതെല്ലാം ഇങ്ങനെയെല്ലാം വരുമ്പോൾ നിങ്ങൾ ഈ വാക്യങ്ങൾ ഏത് കാലത്തിലാണ് വരുന്നത് എന്നൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാലങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായല്ല? ഇനി അടുത്തത്, मैं स्कूल गया अध्यापक को देखा. എന്താ അർത്ഥം വരിക? मैं स्कूल गया अध्यापक को देखा. അപ്പം ജബ് തബ് വരുമ്പോൾ എന്താ വരുന്നത്? ജബ് മേ ആയാ, ജബ് മേ സ്കൂൾ ഗയാ, ജബ് മേ സ്കൂൾ ഗയാ തബ് അധ്യാപക് കോ ദേഖ. ഞാൻ സ്കൂളിൽ പോയപ്പോൾ അധ്യാപകനെ കണ്ടു. ഉണ്ടോ? അത് ജബ് തബ് വരുമ്പോൾ എൻ്റെ അർത്ഥം മനസ്സിലാക്കിയുണ്ടോ? ഇനി അടുത്തത് എന്താ? ജബ് മേ ആയാ തബ് തും യഹാം നഹീ തെ. എന്താ ഇതിൻ്റെ അർത്ഥം? ഞാൻ വന്നപ്പോൾ നീ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ വന്നപ്പോൾ നീ ഇവിടെ ഇല്ലായിരുന്നു. ഉണ്ടോ? ഇനി മേ ഘർ ആയ തബ് ജേൻ സോ രഹാ ത. ജബ് മേ ഘർ ഗയാ തബ് ജേൻ സോ രഹാ ത. ഇതിൻ്റെ അർത്ഥം എന്താ കുട്ടികളെ? മേ ഗർ ഗയ. എന്താ അതിൻ്റെ അർത്ഥം? മേ ഗർ ഗയ. ഗയ എന്ന് പറയുമ്പോൾ എന്തായി? ഗയ. ഏതിൻ്റെ ഭൂതകാല ഇത്? ഗയ. അറിയാലോ? ജാന എന്നതിൻ്റെ ഭൂതകാലക്രിയയാണ് ഗയ അല്ലേ? ഞാൻ വീട്ടിൽ പോയപ്പോൾ ജയൻ സൂരഹത, ജയൻ ഉറങ്ങുകയായിരുന്നു. കണ്ടല്ലോ? അതുപോലെ ഇതാ ഇവിടെ ഇതാ
ജബ് സൂരജ് നികൽത്താ ഹെ തബ് പ്രകാശ് ഫൈൽത്താ ഹെ. സൂര്യൻ ഉദിക്കുമ്പോൾ പ്രകാശം പരക്കുന്നു. കണ്ട ജബ് തബ് അത് പ്രയോഗിക്കുമ്പോൾ കണ്ട അതിൻ്റെ അർത്ഥമൊക്കെ മാറി അല്ലേ. അതുപോലെ ജബ് മാനവ് സ്വാർത്ഥി ഹോത്താ ഹെ തബ് വോ ദാനവ് ബൻതാ ഹെ. ജബ് പാനി പിയേഗ തബ് പ്യാസ് ബുജേഗ. വെള്ളം കുടിക്കുമ്പോൾ ദാഹം കെടും. ദാഹം കെടുക എന്ന് പറഞ്ഞാൽ ദാഹം ശമിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടി. എന്താ പിടികിട്ടിയത്? ജബ് തബ് എന്നതിൻ്റെ അർത്ഥം എപ്പോഴോ അപ്പോൾ. അപ്പം 2 വാക്യങ്ങളെ കൂട്ടിച്ചേർക്കാനാണ് പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ എപ്പോഴോ അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം രണ്ട് വാക്യങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ ശരിയായ മീനിങ് ലഭിക്കുന്നു അല്ല. 2 വാക്കുകൾ കൂട്ടിച്ചേർക്കാനാണ് ഈ ജബ് തബ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ അർത്ഥവും മനസ്സിലായി. ഇതുപോലത്തെ വാക്യങ്ങൾ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കണം കേട്ടോ കുട്ടികളെ. സ്വന്തം ഉണ്ടാക്കിയിട്ട് പഠിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് ഇത്രയും മതി. ചെറിയ കുഞ്ഞു ക്ലാസ്. ഇന്ന് ഇത്രയും മതി. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ഇനി മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു സംഭവവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.